സഹകാരി റൈസ് പ്ലസിന്റെ ഇംഗ്ലീഷ് വൊക്കാബുലറി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് വൊക്കാബുലറിയിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ചോദ്യവും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ്. ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്: ഫൈൻഡ് ഔട്ട് ദ വൺ വേർഡ് ഫോർ ദി ഫ്ലോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ വൺ വേർഡ്, വാക്കിന്റെ വൺ വേർഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മർഡർ ഓഫ് എ കിങ്, രാജാവിനെ കൊല്ലുന്നതിന് പറയുന്ന വൺ വേർഡ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രാജാവിനെ കൊല്ലുന്നതിന് പറയുന്ന വൺ വേർഡ്. അപ്പൊ കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഓപ്ഷനിൽ റെജിസൈഡ് ഉണ്ട്, ജീനോസൈഡ് ഉണ്ട്, അതേപോലെ എന്ത് ചെയ്യുന്നു, ഏതുണ്ട്, പാട്രിസൈഡ് ഉണ്ട്, അസാസിനേഷൻ ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നോക്കിയേ, രാജാവിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് റെജിസൈഡ് എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയുന്നു? റെജിസൈഡ്. ജീനോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ജീനോസൈഡ്. പാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ ഫാദറിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് പാട്രിസൈഡ്, ഫാദർ. അസാസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് അസാസിനേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് ഈ കില്ലിങ്ങുമായി ബന്ധപ്പെട്ട വൺ വേർഡ്സ് അങ്ങ് പഠിച്ചു കഴിഞ്ഞാലോ. ഒന്ന് എന്നോടൊപ്പം ഒന്ന് വേഗം പഠിച്ചേ, ഒന്ന് പറഞ്ഞേ. ഫാദർ, ഫാദറിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഫാദർ, പിതാവാണ്, പാട്രിസൈഡ്. പറഞ്ഞേ, ഫാദർ, പിതാവ്, പാട്രിസൈഡ്. അങ്ങനെ പഠിച്ചാൽ മറക്കൂല, പാട്രിസൈഡ്. അപ്പൊ ഫാദറിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് പാട്രിസൈഡ്. മദർ, മാട്രിസൈഡ്. അമ്മേനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് മാട്രിസൈഡ്. അമ്മേനെ കൊല്ലുന്നതിന് പറയുന്ന പേര് മാട്രിസൈഡ്. ഇപ്പൊ ബ്രദർ ആണെങ്കിലാ, ഈ ബ്രദർ എല്ലാ സഹോദരിമാരെയും സംബന്ധിച്ചിട്ട് ബ്രദർ ഒരു ഫ്രണ്ടിനെ പോലെയാണ്. ഫ്രാട്രിസൈഡ്, ബ്രദറിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഫ്രാട്രിസൈഡ്. പറഞ്ഞേ, ഫ്രാട്രിസൈഡ്, ഫ്രണ്ടിനെ പോലെ, ഫ്രാട്രിസൈഡ്. ഇപ്പൊ ഫാദർ പാട്രിസൈഡ്, മദർ മാട്രിസൈഡ്, ബ്രദർ ഫ്രാട്രിസൈഡ്. ഈ സിസ്റ്റർമാരാണെങ്കിലാ ചൊറി സ്വഭാവമാണെന്ന് ഓർക്കുക, ഇല്ലേ? സിസ്റ്റർമാർ എപ്പോഴും ചൊറി സ്വഭാവമാണെന്ന് ഓർക്കുക, സഹോദരനെ സംബന്ധിച്ചിട്ട്, ഇല്ലേ? ഇപ്പൊ സൊറോറിസൈഡ്. പറഞ്ഞേ, സൊറോറിസൈഡ്. സിസ്റ്ററിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് സൊറോറിസൈഡ്. ഓക്കെ, അതേപോലെ വൈഫ് ആണെങ്കിലാ, വൈഫിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ക്സോറിസൈഡ്. പറഞ്ഞേ, ക്സോറിസൈഡ്. യു സൈലന്റ് ആണ്, ക്സോറിസൈഡ്. പറഞ്ഞേ, ക്സോറിസൈഡ്. എന്നാൽ ഹസ്ബൻഡ് ആണെങ്കിലാ, നിങ്ങളിങ്ങനെ പിടിക്കുക, മാരേജ് ചെയ്ത ആളെ തലയടിച്ച് വിരിച്ചാണ് കൊന്നെന്ന് പറയുക. അതായത് വിരിച്ചെന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് പിളന്നല്ലേ. അപ്പം മാരിറ്റിസൈഡ് അല്ലെങ്കിൽ വിരിസൈഡ്. ഹസ്ബൻഡിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് മാരേജ് ചെയ്ത ആളുടെ തലയടിച്ച് വിരിച്ചു എന്ന് ഓർത്താൽ മതി. മാരിറ്റിസൈഡ് അല്ലെങ്കിൽ വിരിസൈഡ്. ഒന്ന് പറഞ്ഞേ. ഫാദർ പാട്രിസൈഡ്, മദർ മാട്രിസൈഡ്, ബ്രദർ ഫ്രാട്രിസൈഡ്, സിസ്റ്റർ സൊറോറിസൈഡ്, വൈഫ് സോറിസൈഡ്, ഹസ്ബൻഡ് മാരിറ്റിസൈഡ് അല്ലെങ്കിൽ വിരിസൈഡ്. എന്നാൽ ഇൻഫാന്റിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഇൻഫാന്റിസൈഡ്. ഇൻഫാന്റിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് ഇൻഫാന്റിസൈഡ് എന്നാണ്. സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഓൾഡ് പേഴ്സൺ കൊല്ലുന്നതിന് പറയുന്ന പേര് സെനിസൈഡ് എന്നാണ്. എന്തെന്ന് പറയുന്നു? സെനിസൈഡ്. അല്ലെങ്കിൽ മറ്റൊരു പേര് ജെറൻഡോസൈഡ് എന്നും പറയാം കേട്ടോ. ജെറൻഡോസൈഡ് എന്നും പറയാം കേട്ടോ. ജെറൻഡോസൈഡ് എന്നും പറയും. സെനിസൈഡ് അല്ലെങ്കിൽ ജെറൻഡോസൈഡ് എന്നും പറയും. സെനിസൈഡ് അല്ലെങ്കിൽ ജെറൻഡോസൈഡ് എന്നും പറയും. ഫീമെയിൽ ആണെങ്കിലാ, ഫീമെയിലിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഫെമിസൈഡ്. ഫീമെയിൽ, സ്ത്രീകളെ കൊല്ലുന്നതിന് പറയുന്ന പേര് ഫെമിസൈഡ്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ. ഫാദർ പാട്രിസൈഡ്, മദർ മാട്രിസൈഡ്, ബ്രദർ ഫ്രാട്രിസൈഡ്, സിസ്റ്റർ സൊറോറിസൈഡ്, വൈഫ് സോറിസൈഡ്, ഹസ്ബൻഡ് മാരിറ്റിസൈഡ് അല്ലെങ്കിൽ വിരിസൈഡ്, ഇൻഫാന്റ് ഇൻഫാന്റിസൈഡ്, സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഓൾഡ് പേഴ്സൺ സെനിസൈഡ് അല്ലെങ്കിൽ ജെറൻഡോസൈഡ്, ഫീമെയില് ഫെമിസൈഡ്. അടുത്ത് നോക്കിയേ. പാരന്റ്സ് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് പാരിസൈഡ്. ബന്ധുക്കളെയൊക്കെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് പാരിസൈഡ്. പാരന്റ്സിനെയോ ബന്ധുക്കളെയൊക്കെ കൊല്ലുന്നതിന് പറയുന്ന പേര് പാരിസൈഡ്. എന്നാൽ ഈ പാരന്റ്സ് മാത്രമായിട്ടാണെങ്കിൽ പാരന്റിസൈഡ് എന്നും പറയും കേട്ടോ. പാരന്റ്സ് മാത്രമായിട്ടാണെങ്കിൽ എന്തെന്നും പറയാം? പാരന്റിസൈഡ് എന്നും പറയാം. തെറ്റില്ല, പാരന്റിസൈഡ് എന്നും പറയാം. ഈ ഫ്രണ്ട്സിനെയൊക്കെ കൊല്ലാൻ പറയുമ്പോൾ നിങ്ങൾ അമിക്കി കൊല്ലണം കേട്ടോ. ഫ്രണ്ട്സിനെയൊക്കെ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കൊല്ലണം? അമിക്കി കൊല്ലണം കേട്ടോ. അമിസിസൈഡ്. പറഞ്ഞേ, അമിസിസൈഡ്. ഫ്രണ്ടിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് അമിസിസൈഡ്. അപ്പൊ പാരന്റ്സ് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് പാരിസൈഡ്. പാരന്റ്സ് മാത്രമായിട്ടാണെങ്കിൽ എന്തെന്നും പറയാം? പാരന്റിസൈഡ് എന്നും പറയാം. തെറ്റില്ല. ഫ്രണ്ട് ആണെങ്കിൽ അമിസിസൈഡ്. ഇനി ഇതേപോലെ എനിമി ആണെങ്കിലാ ഹോസ്റ്റിസൈഡ് എന്നാണ് പറയുന്നത് കേട്ടോ. എനിമീസിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് ഹോസ്റ്റിസൈഡ് എന്നാണ്. എനിമീസ് ആണെങ്കിൽ ഹോസ്റ്റിസൈഡ്.
ഡോട്ടർ ഓർ സൺ ആണെങ്കിൽ മകൻ അല്ലെങ്കിൽ മകളെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഫിലിസൈഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ഡോട്ടർ ഓർ സൺ ആണെങ്കിൽ അതിന് പറയുന്ന പേര് ഫിലിസൈഡ്. ഡോട്ടർ ഓർ സൺ ആണെങ്കിൽ ഫിലിസൈഡ് എന്നാണ് പറയുന്നത്. ഇനി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ കൊല്ലുന്നതിന് പറയുന്ന പേര് ജീനോസൈഡ്. ഗ്രൂപ്പ് ഓഫ് റേസ്, ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ കൊല്ലുന്നതിന് പറയുന്ന പേര് ജീനോസൈഡ്. ഇപ്പൊ പാരൻസ് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് പാരിസൈഡ്, ഫ്രണ്ട്സ് ആണെങ്കിൽ അമിസിസൈഡ്, എനിമി ആണെങ്കിൽ ഹോസ്റ്റിസൈഡ്, ഡോട്ടർ ഓർ സൺ ആണെങ്കിൽ ഫിലിസൈഡ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെങ്കിൽ ജീനോസൈഡ് എന്നാണ് പറയുന്നത്. ഇനി ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ മാൻ, ആണുങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെയൊക്കെ കൊല്ലുന്നതിന് പറയുന്ന പേര് ഹോമിസൈഡ് എന്നാണ്, നരഹത്യ. ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ മാൻ ആണെങ്കിൽ ഹോമിസൈഡ്. ഓഫ് സ്പ്രിങ്സ് ആണെങ്കിലോ ഓഫ് സ്പ്രിങ്സിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് പ്രോളിസൈഡ് എന്നാണ് പറയുന്നത്. ഓഫ് സ്പ്രിങ്സിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് പ്രോളിസൈഡ്. കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നതിന് പറയുന്ന പേര് പ്രോളിസൈഡ് എന്നാണ്. ഇനി പൊളിറ്റിക്കൽ ലീഡേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് അസാസിനേഷൻ എന്നാണ്. പൊളിറ്റിക്കൽ ലീഡർ ആണെങ്കിൽ അസാസിനേഷൻ. അവർ സെൽഫ് ആണെങ്കിൽ നമ്മൾ സ്വയം ചാവുന്നതിന് പറയുന്ന പേരാണ് സൂയിസൈഡ്. അതെല്ലാവർക്കും അറിയാം. അവർ സെൽഫ് ആണെങ്കിൽ സൂയിസൈഡ്. ഇപ്പൊ പാരൻസ് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് പാരിസൈഡ്. പാരൻസ് മാത്രമാണെങ്കിൽ പാരന്റിസൈഡ് എന്നും പറയാം. ഫ്രണ്ട് ആണെങ്കിൽ അമിസിസൈഡ്, എനിമി ഹോസ്റ്റിസൈഡ്, ഡോട്ടർ ഓർ സൺ ഫിലിസൈഡ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ജീനോസൈഡ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റൈസ് എന്നും പറയാം. ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ മാൻ ആണെങ്കിൽ ഹോമിസൈഡ്, ഓഫ് സ്പ്രിങ്സ് ആണെങ്കിൽ പ്രോളിസൈഡ്, പൊളിറ്റിക്കൽ ലീഡർ ആണെങ്കിൽ അസാസിനേഷൻ, അവർ സെൽസ് ആണെങ്കിൽ സൂയിസൈഡ്. അവർ സെൽസ് ആണെങ്കിൽ സൂയിസൈഡ്. അപ്പൊ നമ്മളിപ്പോൾ നോക്കിയത് വൊക്കാബുലറി സെക്ഷനിൽ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിനകത്ത് ഏത് നോക്കി കുട്ടികളെ? കില്ലിങ്സുമായിട്ട് ബന്ധപ്പെട്ട വൺ വേർഡ് ആണ്. അപ്പൊ കില്ലിങ്സുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള എല്ലാ വൺ വേർഡ്സും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് എഴുതിയെടുത്ത് പഠിക്കാനും കൂടെ ഒന്ന് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.